നമസ്കാരം. ഞാൻ ഉഷ രാമചന്ദ്രൻ. വീണ വാദ്യം പഠിക്കലാണ് എൻ്റെ പ്രധാന ഹോബി. കുട്ടിക്കാലം തൊട്ട് പഠിച്ചു തുടങ്ങി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടേ ഇല്ല. അച്ഛന് ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇനിയൊരു മാഷെ കണ്ടുപിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഗ്യാപ്പ് എടുക്കും. ഒന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ അവിടെ വിടും. അങ്ങനെ വിട്ട് പോന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡും ട്രാൻസ്ഫറബിൾ ജോബായിരുന്നു, ബാങ്കിലായിരുന്നു. അപ്പോഴും ഇതുമാതിരി ചെല്ലുന്ന സ്ഥലങ്ങളിൽ കുറച്ച് കാലം പഠിക്കും. ഇപ്പോൾ അവസാനം എറണാകുളത്ത് സെറ്റിൽ ചെയ്തപ്പോഴാണ് ചിത്ര സുബ്രഹ്മണ്യൻ ടീച്ചറുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ടെന്നറിഞ്ഞ് പോയി ജോയിൻ ചെയ്ത് ഇപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കൊല്ലമായിട്ട് പഠിക്കാൻ സാധിക്കുന്നത്. എന്നാലും ഇടയിലൊരു ഗ്യാപ്പ് വന്നാലും ടീച്ചർ വളരെ ഒരു എൻകറേജിങ് നേച്ചറാണ്, വളരെ സ്വീറ്റ് നേച്ചേർഡാണ്. നമ്മളെ ഞങ്ങൾ താഴാൻ സമ്മതിക്കുകയില്ല. എങ്ങനെയെങ്കിലും നമ്മളെ എൻകറേജ് ചെയ്ത് പിടിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ പലപ്പോഴും തോന്നും പല പ്രശ്നങ്ങളും വരുമ്പോൾ വേണ്ട, വിടാം, ഇനി വേണ്ട, സാധിക്കുന്നില്ല. ടീച്ചറെ സമ്മതിക്കുകയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു എൻകറേജ്മെൻറ്റ് തന്ന് നമ്മളെ തിരിച്ചും ടീച്ചറിൻ്റെ ഒരൊറ്റ ഇതിലാണ് നമ്മൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് ആഴ്ചയിൽ എല്ലാ തേഴ്സ്ഡേയ്സും പോയിട്ട് അറ്റൻഡ് ചെയ്യും ക്ലാസ്. കുട്ടിക്കാലത്തെ അതിനോട് എന്തോ ഒരു പ്രിയമായിരുന്നു വളരെ കൊച്ചിൽ. അപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ അന്ന് വീണ കൊച്ചു വീണ മേടിച്ചു തന്നു. അപ്പോൾ അന്ന് തൊട്ടേ അത് മീട്ടി അതിനോട് ആ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വന്നു. എന്താണെന്നറിയില്ല, അതിനോടാണ് കൂടുതൽ. അമ്മ വയലിൻ അത്യാവശ്യം വായിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വീണയോട് തന്നെയായിരുന്നു താല്പര്യം പഠിക്കാൻ. എനിക്ക് തോന്നും വയലിന് മട്ടുകളൊന്നുമില്ല, കൈ ഓടിച്ച് തന്നെ കറക്റ്റ്. വീണ കുറേ കൂടി സുഖമാണെന്ന് തോന്നും മട്ടുകളിൽ കൂടി കൈ കൊണ്ടുപോകുമ്പോഴും. പിന്നെ അതിൻ്റെ നാദം എന്തോ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. സരസ്വതി വീണ അത് ഋഗ്വേദത്തിലും സാമവേദത്തിലും എല്ലാം വേദിക് ലിറ്ററേച്ചർ തന്നെ പറയുന്നതാണ് വീണ. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് വീണയെ പറയുന്നത്. അത് ഏതിനും ഒരു കൂടെ വായിച്ച് പോവാം. ഭജൻസിനാണെങ്കിലും ഏത് കച്ചേരിക്കും അത് കൂടെ ചേർന്ന് പോകാൻ പറ്റും വായിച്ച്. കുട്ടിക്കാലത്തെ അമ്മയ്ക്ക് എല്ലാ ക്ലാസിക്കൽ ഇതിനോട് ഇഷ്ടമുള്ള ആളായിട്ടുണ്ട്. കുട്ടിക്കാലത്തെ എൻകറേജ് ചെയ്തിരുന്നു അച്ഛനും അമ്മയും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡും നല്ലോണം എൻകറേജ് ചെയ്തിരുന്നു. ഇപ്പം എവിടെ ആരെ കിട്ടിയാലും പഠിച്ചോളൂ, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് തന്നെയായിരുന്നു ഹസ്ബൻഡിൻ്റെ. അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ഡോക്ടറിലോ വീട്ടിൽ ഹെൽപ്പിനുള്ളതുകൊണ്ട് എനിക്കതിനെ പ്രാക്ടീസ് ചെയ്യാനും വീണ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നു. ആ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ അതിന് വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ സമയം കണ്ടിട്ടിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടിരിക്കും സമയം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലാണ് നമ്മൾ ആ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ടീച്ചറുടെ അവിടെ തന്നെ സ്റ്റുഡൻസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ടത്തേലിക്കാട്ടിലും കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടുതലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ബേസിക് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആദ്യത്തെ ലെസൺസ് അറിഞ്ഞിരിക്കണം. അത് അങ്ങനെ എത്ര കൊണ്ട് ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് തറവാണോ അത്രയും ഈസി ആയിട്ട് നമുക്ക് ഓരോ പുതിയ ലെസൺ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ പാട്ടിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ വേഗം വരും. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോമ്പറ്റീഷൻസിന് ഒന്നും പോകാറില്ല. എനിക്ക് സത്യം സ്വന്തമായിട്ട് വായിച്ച് വീട്ടിലിരുന്ന് ആസ്വദിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളു. പിന്നെ ടീച്ചറുടെ പ്രോഗ്രാംസിന് എപ്പോൾ വിളിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ പോകും. അതുകൊണ്ട് ഞാനല്ലാതെ എനിക്ക് വലിയൊരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്നും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. പിന്നെ എനിക്കൊരു ഇടയിലൊരു ആക്സിഡൻ്റൊക്കെ വന്ന് എൻ്റെ മെമ്മറിയൊക്കെ ഒരിക്കൽ ലൂസ് ചെയ്തു. അപ്പോൾ ഞാൻ നിർത്താം എന്ന് വിചാരിച്ച ടീച്ചർ പറഞ്ഞു, ഉഷാ വീണയുടെ ആ നാദം തന്നെ മതി, നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് എൻ്റെ ജീവിതത്തിലെ അനുഭവം അത്. എനിക്ക് ശരിക്കും അത് ആദ്യത്തെ തന്നെ ഞാൻ മറന്നുപോയിരുന്നു ലെസൺസ്. തിരിച്ചത് വായിച്ച് എൻ്റെ മെമ്മറി നല്ലോണം എനിക്ക് പഴയ പോലെയൊക്കെ എത്തി. അതെനിക്ക് വീണ തന്നെയാണ് ഞാൻ അതിനൊരു റീസണായിട്ട് കാണുന്നത്. വായിക്കും തോറും എനിക്ക് ആ സ്വരങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ അത് ബ്രെയിനിന് ഭയങ്കര ഒരു എക്സസൈസാണ്. ഇപ്പം തന്നെ പറയുന്നുണ്ട്, റിസർച്ച് ചെയ്തിട്ട് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ സ്വരങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത്
നമ്മുടെ കയ്യിൽ വരുത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന എക്സസൈസ് നമുക്ക് ആൽഷിമേഴ്സ് വരാതിരിക്കാൻ എല്ലാത്തിനും വളരെ ഇഫക്റ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സുഖം, വായിക്കുന്നവർക്കും സുഖം. അല്പം ക്ഷമയും അല്പം ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കയ്യിൽ വരുത്താവുന്നതാണ്. വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖവും പിന്നെ അത് മെമ്മറിക്കും എല്ലാം കുട്ടികളുടെ സ്റ്റഡീസിനും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ സ്റ്റഡീസിനെ അത് വളരെ ബെനിഫിഷ്യലായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്ന കുട്ടികൾ ഇത് പഠിച്ചിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക.